BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പക്ഷേ IPS പ്രൊമോഷൻ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, SPSC പ്രൊമോഷൻ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നോക്കുന്ന ആ ലിസ്റ്റിൽ എല്ലാ ആൾക്കാരും വന്നിട്ട് IPS കിട്ടുന്നുമുണ്ട്. അയാൾ സർവീസിൽ 30 വർഷം എന്തൊക്കെ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, PR ഉണ്ടെങ്കിലും ലാസ്റ്റ് ക്ലോസ് ആയിട്ട് അത് വന്നു കഴിഞ്ഞിട്ട് സർവീസിൽ IPSലോട്ട് കയറുന്നുമുണ്ട്. ആ ഒരു സിസ്റ്റം കറക്റ്റ് ആണോ? പിന്നെ കറപ്ഷൻ എങ്ങനെ കുറയും? ഒരു കറപ്റ്റ് എലിമെൻസിനെ എങ്ങനെ തോന്നും? ഈ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ സിസ്റ്റമിക് മാറ്റം അത് വരേണ്ട ആവശ്യമുണ്ട്. മെറിറ്റും ഈ മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കുറേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പോലീസിൽ എത്ര കൂടുതൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആലോചിക്കേണ്ടതുണ്ട്. മെറിറ്റ് ബേസ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ രണ്ട് കാര്യമുണ്ട്. ഈ കറപ്റ്റ് എലിമെൻറ്റ്സ് മാറിയുമ്പോൾ ഓണസ്റ്റ് എലിമെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് പിന്നെ ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടും നമുക്കൊരു ഇവാലുവേഷൻ സിസ്റ്റം പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടും അത് എത്ര പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് കറപ്റ്റ് എലിമെൻസിനെ നമുക്ക് ഒരു പനിഷ് ചെയ്യുന്ന ഒരു രീതി, മറ്റവരൊരു കണ്ടിട്ട് ഒരു മാതൃകയായിട്ട് ഈ കറപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സർവീസിൽ അത് ബാധിക്കുമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വേലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിപ്പം കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു രംഗവും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നുള്ള ഒരു എത്തിക്സ് ട്രെയിനിങ് തന്നെ നമ്മളൊരു ഏറ്റവും ഇഗ്നോർ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കുറേ പ്രൊഫഷണൽ സ്കിൽസ് പഠിപ്പിക്കും, മറ്റേത് ചെയ്യും. പക്ഷേ ഈ എത്തിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിപ്പിക്കാറില്ല, റെഗുലറായിട്ട് ട്രെയിൻ ചെയ്യാറില്ല. ഈ ഒരു കാര്യം എത്തിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ കറക്റ്റ് കാര്യം ചെയ്യുന്നത്, നോൺ കറപ്റ്റായി നിൽക്കാനും ഒരു ഫേവറേറ്റിസം കാണിക്കാതെ ഇതൊരു റെഗുലർ ഒരു ട്രെയിനിങ് ലാസ്റ്റ് വരെ ലീഡർഷിപ്പ് മേളിലോട്ട് തൊട്ട് DGP തൊട്ട് താഴെ പോലീസുകാർ വരെ ഈ ഒരു ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നമ്മുടെ പോളിസി സിസ്റ്റമിൽ തന്നെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു രംഗവും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മൾ കുറേ സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ എത്തിക്സ് നമ്മൾ PTCയിലല്ലാതെ അല്ലെ KP പോയിട്ട് പഠിപ്പിക്കാറല്ലാതെ പിന്നൊന്നും നമ്മുടെ NPL IPS ഓഫീസേഴ്സ് പഠിക്കാറില്ല. പിന്നൊന്നും നമ്മൾ അതിലോട്ട് ഒരു എംഫസിസും ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം. പിന്നെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോലും കുറേ കറപ്ഷൻ എലിമെൻറ്റ്സ് വരുന്നത് തന്നെ നമ്മൾ പോലീസ് ഓഫീസേഴ്സും പോലീസ്മെനും പോയിട്ട് വെൽഫെയർ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഒരു കാര്യങ്ങൾ, ഫാമിലീൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ബാക്കി രംഗത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറേ എലിമെൻറ്റ്സ് കറപ്റ്റ് ആകത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്ന, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറിനെ ഞാൻ പറഞ്ഞ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കാസർഗോഡ് ഇട്ടു, അവിടെ ഒരു സിസ്റ്റം വെക്കുന്നു, കുറേ ചിലവാകുന്നു, എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നു, അതിൻ്റെ ചിലവാകുന്നു. ആ ചിലവാകുമ്പോഴത്തേക്ക് അയാൾക്ക് ആ സാലറി വെച്ചിട്ട് അയാളുടെ ചിലവുകളൊന്നും മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് കുറേ പ്രശ്നം വരും. അപ്ലൈ കറപ്ഷനും മറ്റേ നമ്മുടെ ആവശ്യങ്ങൾ കൂടുമ്പോഴാണ് ഈ കറപ്ഷൻ വരുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? ഒരു ഫാമിലി പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഫാമിലി വെൽഫെയർ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കറപ്ഷൻ്റെ കുറേ അവന്യൂസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതും നോക്കേണ്ട കാര്യമാണ്. വെൽഫെയർ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പോലീസ് ഓഫീസേഴ്സിൻ്റെ. അവരുടെ ഹൗസിംഗ് രംഗത്തായാലും അവരുടെ ഫാമിലി രംഗത്തായാലും എഡ്യൂക്കേഷൻ രംഗത്തായാലും ആ കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കുറേ ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് ആ വെൽഫെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറപ്ഷൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നുള്ള കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ലാസ്റ്റ് അതാണ് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ എപ്പോഴും ഒരു വാച്ച് ഡോഗായിട്ട് ജനങ്ങളും പ്രസ്സും പബ്ലിക്കും ഡിപ്പാർട്ട്മെൻറ്റ്സും നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോൺ കറപ്റ്റായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വിജിലൻസിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ കറപ്ഷൻ കേസസിൻ്റെ അല്ലെങ്കിൽ ട്രാപ്പ് കേസസ് പിടിക്കുന്ന ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കുറവ് ട്രാപ്പ് കേസസ് നമുക്ക് കിട്ടുന്ന തിരുവനന്തപുരം ഈ ഭാഗത്തുനിന്ന്, തിരുവനന്തപുരം ജില്ല. എല്ലാം ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഓഫീസുകളും, ഏറ്റവും വലിയ ഓഫീസുകളും എല്ലാം തിരുവനന്തപുരത്താണ് ഉള്ളത്. പക്ഷേ ഒരു ട്രാപ്പ് കേസും ഇല്ല. എന്തോ ട്രാപ്പ് കേസ് ഇല്ലാത്ത? ആ ജനങ്ങൾ അവിടുത്തെ കംപ്ലൈൻറ്റ് തരാൻ വരുന്നേ ഇല്ല. അപ്പം കറപ്ഷൻ ഇല്ലാത്തതാണോ? ഇപ്പം കണ്ണൂരായാലും തൃശ്ശൂരായാലും അവിടെ എല്ലാ ആൾക്കാർ കംപ്ലയിൻറ്റ് തരാൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി ചോദിച്ചു, കംപ്ലയിൻറ്റ് എടുത്ത് വിജിലൻസിൻ്റെ അടുത്തോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പോയി ട്രാപ്പ് കേസ് പിടിക്കുന്നു. പക്ഷേ തിരുവനന്തപുരം ആരും 3-4 SP-മാരും ഓഫീസേഴ്സും ഏറ്റവും യൂണിറ്റ്സും ഉണ്ട്. ഗവൺമെൻറ് എല്ലാ ഓഫീസും ഇവിടെ തന്നെ, എല്ലാം ഇവിടെ ആണെന്ന കാര്യം നടക്കുന്നത്. പക്ഷേ കറപ്ഷൻ ഇല്ല, ഒരു കേസും ഇല്ല, ട്രാപ്പ് കേസും ഇല്ല. അതെന്തോ ആ സ്ഥലത്തെ കൾച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കൾച്ചറിൽ എന്തോ ജനങ്ങൾ ആ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരുടെ കാര്യം ശരിയാക്കാൻ തയ്യാറാണ്. അവരെ വിജിലൻസിൻ്റെ അടുത്തോട്ട് വരണ്ട, അവരുടെ കാര്യം നടന്നാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളിലും മാറണം. ജനങ്ങൾ ഒരു വാച്ച് ഡോഗായിട്ട് മാറിക്കഴിഞ്ഞാലേ കറപ്ഷൻ അവിടെ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ.
ഇപ്പോൾ ജനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ കാശ് കൊടുത്തിട്ട് ഞങ്ങളുടെ കാര്യം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കറപ്ഷൻ കുറയ്ക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, അതല്ലാതെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ തന്നെ ഇത് കറപ്ഷൻ എങ്ങനെ കുറയ്ക്കണം, അവരൊരു വാച്ച് ഡോഗായിട്ട് അവർ ഉണർന്നു വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറപ്ഷൻ കുറേ കൂടുതൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആ രംഗത്ത് സിസ്റ്റമിക് ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കറപ്ഷൻ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രം ഒന്ന് ആമുഖത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഒരു ശില്പശാല ഇവിടെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇതിനകത്ത് നല്ല നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ 2 ദിവസം ഡിസ്കഷനിൽ വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ വിജിലൻസ് രംഗത്ത് ഇപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ട് തയ്യാറാണ്. ഇത് റിപ്പോർട്ടിൽ മാത്രം നിൽക്കാതെ ഇത് സിസ്റ്റമിക് ചേഞ്ചസിലും പോളിസി ചേഞ്ചസിലും ഇത് വരുമെന്ന് പൂർണ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.